സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് ആണ് ഇത്തവണ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് ബിഗ് ബോസ് വീടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടാൻ ജാൻമണിക്ക് സാധിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ പുറത്തും വലിയ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം നോറയുമായി ഉണ്ടായ വഴക്കും അതിനുശേഷം ജാൻമണി പ്രതികരിച്ച രീതിയുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നോറയെക്കുറിച്ച് ജാൻമണി യമുന റാണിയോട് സംസാരിക്കുന്ന ഒരു രംഗം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പ്ലസിൽ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ബിഗ് ബോസ് ആരാധകനെത്തിയിരിക്കുന്നത്. അവളുടെ തൊണ്ട പോകണം, അവളുടെ സൗണ്ട് പുറത്തു വരരുത്, അവൾ തീരണം, അവൾക്ക് ആക്സിഡന്റ് ഉണ്ടായി അവളുടെ കൈയും കാലും പോകണം, അവൾ ഇവിടുന്ന് പുറത്തു വന്നിട്ട് അവളുടെ ജീവിതം മുഴുവൻ അവൾ നരകിക്കണം, അത് തനിക്ക് കാണണമെന്നും ഒക്കെയാണ് ജാൻമണി നോറയെക്കുറിച്ച് യമുന റാണിയോട് സംസാരിച്ചത്. അതോടെ എന്റെ പൊന്നെ ഏഷ്യാനെറ്റെ, ഇവരെ എത്രയും പെട്ടെന്ന് ഔട്ടാക്കുക, അല്ലെങ്കിൽ ഇവർ ആരെയെങ്കിലും വീട്ടിലിട്ട് കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുള്ള എല്ലാ ബഹുമാനവും അതോടെ പോകുമെന്നും ഒക്കെയാണ് കമന്റുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം നോറയും ജാൻമണിയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായിരുന്നു. നോറ ഫേക്ക് ആണെന്നും തേർഡ് ക്ലാസ് ഡ്രാമ കളിക്കുന്നുവെന്നും ജാൻമണി പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ വലിയൊരു വഴക്കിലേക്ക് എത്തിയത്. ഇതോടെ തന്നെ തേർഡ് ക്ലാസ് എന്ന് വിളിച്ചുവെന്ന് പറഞ്ഞ് നോറ ബഹളം ആരംഭിച്ചു. ബിഗ് ബോസ് എല്ലാവരോടും ശാന്തരാകുവാൻ പറഞ്ഞെങ്കിലും പിന്നെയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് ജാൻമണി പവർ റൂമിൽ കയറിപ്പോയി തന്റെ കാലിൽ ക്രീം തടവുന്നത് പോലെ കാണിച്ചു. ഇതിനൊപ്പം തന്നെ നോറയെ നോക്കി ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചുവെന്ന് തോന്നിക്കുന്ന പ്രകടനവും ജാൻമണി നടത്തിയെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ശരിക്കും നോറയോട് കാല് പിടിക്കാനുള്ള ആക്ഷനാണ് അവർ കാണിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ശാപവാക്കുകളും ജാൻമണി നേരത്തെയും പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഹൗസിനുള്ളിൽ പറഞ്ഞിരുന്നു. നേരത്തെ ഗബ്രിയുമായുള്ള പ്രശ്നത്തിലും വളരെയധികം വയലന്റായാണ് ജാൻമണി പെരുമാറിയത്. കഴിഞ്ഞ ദിവസം രോക്ഷാകുലിയായ ജാൻമണി തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. ഇതിനിടെ ശരണ്യ ഹിന്ദിയിൽ സംസാരിച്ച് ജാൻമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബഹളത്തിനിടെ ജാൻമണി തലകറങ്ങി വീഴുകയും ജാൻമണിയെ എല്ലാവരും കൂടി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ ശരിക്കും തലകറങ്ങിയതാണോ അഭിനയമാണോ എന്ന കാര്യത്തിൽ അർജുനും രശ്മിനും സംശയം പ്രകടിപ്പിച്ചിരുന്നു. കണ്ണ് അനങ്ങുന്നുവെന്നാണ് ഇരുവരും ചൂണ്ടിക്കാണിച്ചത്. മെഡിക്കൽ റൂമിൽ പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ജാൻമണി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം പലപ്പോഴും അപക്വമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ജാൻമണിയെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പറഞ്ഞത് തെറ്റാണെങ്കിലും ജാൻമണി ആയതുകൊണ്ട് പലരും മിണ്ടുന്നില്ലെന്നും ചിലർ പറയുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ തീർക്കുമെന്ന ഭീഷണി ഇതിനു മുൻപത്തെ ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ആരും തന്നെ മുഴക്കിയിട്ടില്ല. വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുമുണ്ട്. എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ എല്ലാവരെയും നിർത്തി പൊരിച്ചിട്ടും പുറത്ത് ഏറെ ചർച്ചയായ ജാൻമണിയുടെ ഭീഷണിക്കാര്യം മാത്രം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല എന്നുള്ള ചോദ്യവും പ്രേക്ഷകർ ഉന്നയിച്ചിരുന്നു. നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനാണ് ജാൻമണി. താൻ ക്യാപ്റ്റനായിരിക്കുന്ന ആഴ്ച സമാധാനമുള്ളതായിരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ആളായി ജാൻമണി തന്നെ മാറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ കൂടിയായ ജാൻമണി കാട്ടിക്കൂട്ടുന്നതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത്. നിലവിൽ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജാൻമണി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.